1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. ചേച്ചേ ഈ എല്ലാവർക്കും പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ. അത് കണ്ട എന്തൊക്കെ സംഭവങ്ങളാണ് പടച്ചു വിടുന്നതെന്ന്. അഭിനയിക്കാൻ അറിയാത്തമാര് വരെ കാരണം തന്നെ പിന്നെ അഭിനയിച്ച് തള്ളയല്ലേ. അതാണ് നമ്മളെ ഫ്യൂച്ചർ. ചേച്ചി ഞാൻ ഈ പഠിക്കാൻ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. ഞാൻ പഠിക്കാൻ പോയാലോ എന്ന് ആലോചിക്കാം. സ്കോപ്പുള്ള സാധനമല്ലേ. അതിനെ മൂളാന്ന് പറഞ്ഞ സാധനം വേണം, അത് നിനക്കില്ല. ഓ ശരി എനിക്ക് മൂള ഇല്ലല്ലേ. ഒരു കാര്യം ചേച്ചി പഠിക്കാൻ പോയേച്ചി, അതാവുമ്പോ കൊറേ മൂള ഉണ്ടല്ലോ, ഒരു ഭാഗം അതിനു വേണ്ടി അങ്ങ് പോയി കിട്ടുമല്ലോ. ഞങ്ങൾക്ക് കുറച്ച് സ്വസ്ഥത കിട്ടും. ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം അതിനോണ്ട് മാറ്റി വെക്കണം. എന്തായാലും ഉച്ചക്കിറുക്കല്ലേ, നോക്കി നോക്ക്. ഉച്ചക്കിറുക്ക് എനിക്ക് ഉച്ചക്കിറുക്ക്, ചേച്ചിക്ക് മുഴുക്കിറുക്ക്. പഠിച്ചിട്ട് വേണം തന്നെ ഒന്ന് ഏറി കയറ്റാൻ. നിന്നെ ആവശ്യത്തേക്കുള്ള മെറിലിൻ ഏറി കയറ്റാറില്ലേ? വിഷയം വിട്. ഓർക്കുമ്പോ കുറച്ച് കട്ടൻ ചായ, ലഡു. ആഹാ ഷാർപ്പ് ടൈമിങ് കേട്ടാ. സാധാരണ ഇങ്ങനെയാണ്, ഞാൻ ഈ ഹോട്ട് സീറ്റിലോട്ട് വന്നങ്ങോട്ട് ഇരിക്കേ ടക്കനിങ് വരും. അതേപോലെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എന്തേ വന്നില്ല എന്ന്. ലഡു ഈ മുന്തിരിങ്ങയൊക്കെ ഉണ്ടല്ലോ, സാപ്പിട്ട് പാரு സാപ്പിട്ട്. എന്താ നമുക്ക് കട്ടൻ ചായ ലഡു ഒന്നുമില്ലേ? ലച്ചു നീ ഇങ്ങ ഇരിക്കുന്നത് എനിക്ക് തെരിയവേ ഇല്ല. തെരിയില്ല. ഇപ്പൊ കൊറേ നാളായിട്ട് അങ്ങനെയാണല്ലോ. ലച്ചി ഇവിടെ ഇരിക്കുന്നതും അവിടെ ഇരിക്കുന്നതും അവിടെ കിടക്കുന്നതും ഒന്നും ആർക്കും തെരിയില്ല. അയ്യോ നിജമാ, ഞാൻ നനച്ച നീ തൂങ്ങിട്ട് ഇരിക്കാന്. ഞാൻ ഇവിടെ 24 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണോ? അല്ല കനാൻഡി, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരു അപ്പൂപ്പൻ താടി കിട്ടിയാൽ വേണമെങ്കിൽ അതിൽ താങ്ങി കിടന്ന് ഉറങ്ങണ ഒരാളാണ് എന്റെ ചേച്ചി. പക്ഷെ എന്താണ് കനകാൻഡി ഇപ്പൊ ചെയ്തത് മോശമായി പോയി. കനകാൻഡി, എനിക്ക് ഈ ചായ ലഡു ഒന്നും വേണ്ട. മോളേന്നും വിളിച്ചോണ്ട് സ്നേഹത്തോടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നതിന് അത്രയും സന്തോഷം. ഉനക്ക് തണ്ണി തന്നെ വേണം. ഞാൻ ഇപ്പൊ പോയി. അയ്യോ ഇപ്പൊ എനിക്ക് വേണ്ടിട്ട് കിച്ചണിൽ പോയി ആരും എടുക്കൊന്നും വേണ്ട. എനിക്ക് തന്നെ പോകാനും അറിയാം, എടുത്ത് കുടിക്കാനും അറിയാം. പിന്നെ നമ്മളെ പിന്നെ ഇവിടെ നിന്ന് കെട്ടിച്ച് വിട്ടിട്ട് നമ്മൾ ഇവിടെ വന്ന് കിടക്കുവാണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ ഇവിടെ കാണും, അതൊക്കെ നമുക്കറിയാം. അത് ചേച്ചി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കനകാൻഡി. സംഭവം ചേച്ചി ഇവിടുന്ന് കെട്ടിച്ചിട്ട് ചേച്ചി ഇവിടെ വലിഞ്ഞേരം ഒന്ന് കിടക്കുകയാണെന്നുള്ളൊരു പൊതുവെ പറച്ചിൽ ഈ വീട്ടിലുണ്ട്. കനകാൻഡി ഒന്നും പറയണ്ട. എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആരെന്ന് വിചാരിച്ചു കനകാൻഡി? എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആരെന്ന് വിചാരിച്ച? തങ്കമാണ്. ഈ വീട്ടിലെ തങ്കം കൊച്ചാണ്. കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങ് പോയെന്ന് വിചാരിച്ചാ? ഇവിടുത്തെ ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ചേച്ചിയാണ്. ചേച്ചി എന്റെ ചേച്ചിക്ക് ഈ വീട്ടിലുള്ള സാധനം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ആർക്കും ഉള്ള സാധനം. എന്റെ പൊന്നാന ചേച്ചിക്ക് ലഡു കൊടുത്തില്ലെന്ന് പറഞ്ഞാ அப்படியெல்லாம் சொல்லாதேனா, அதெல்லாம் நினைக்க கூட இல்ல. നിനക്കണ്ട ചേച്ചി കണ്ട മൊഹനിക്കണുണ്ടോ? അയ്യോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറെ നാളായിട്ട് എന്റെ ചേച്ചിയെ പാത്തിന് തഴഞ്ഞാഞ്ഞ് വിട്ടേക്കാണ്. ഒരുമാതിരി നേതാവിന് സീറ്റ് കൊടുക്കാത്ത പാർട്ടിക്കാരെ പോലെ. മോശം കേട്ടോ, വളരെ മോശം. ലച്ചു நான் அப்படியெல்லாம் நினைக்க கூட இல்ல ലച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ നമ്മളിവിടെ മത്തി വറുത്താം. പിന്നെ മീൻ വറുത്തില്ലേ? അയ്യോ ലച്ചു, அந்த டைம்ல നീ വെളിയില പോയിരുന്നേ. മീൻ പുറത്തേക്ക് പോവില്ലല്ലോ. 2 വർഷം മാറ്റി വെക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞതാ 2 പീസ് മീൻ എന്റെ പാവം പിടിച്ച ചേച്ചി പുറത്തേക്കാണ് തിരിച്ചു വരുമ്പോ കൊടുക്കണം. അപ്പൊ എന്തേലും പറഞ്ഞ നീ സാപ്പിട് കേശു. നിജമാ சொல்றேன், ഇവൻ தான் മുഴുസാ സാപ്പിട്ടാൻ. തന്നിട്ടല്ലേ ഞാൻ തിന്ന്. എന്റെ ചേച്ചിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെക്കുന്ന എന്തായാലും ഇത് പറയും. ഞാൻ പറ ലഡു ലഡു வந்து அந்த கடையில இருந்துட்டு நல்லா இருக்காடா. അങ്ങനെ പ്രമാസമാ ഇருக்கு കേട്ടോ. നല്ല കിടുക്ക ലഡു ഒരെണ്ണേ ഉള്ളായിരുന്നല്ലേ? இல்லடா இருக்கு. இருக்கா? நான் தரமாட்டேன். அது லெச்சுக்கு கொடுக்க வச்சிருக்கேன். ഇനിയിപ്പോ ലച്ചുവിന്. നിജമാ, ഞാൻ ഉനക്ക് കൊണ്ടുതരാം. അയ്യോ എനിക്ക് കൊണ്ടുവന്ന് തരണ്ട. എനിക്ക് കയ്യും കാലൊക്കെ ഉണ്ടല്ലോ, ഞാൻ പോയി എടുത്ത് കഴിച്ചോളാം. ശോഭ കഴിക്കണില്ല? ശോഭയ്ക്ക് തോന്നുമ്പോ ശോഭ കഴിക്കും. പിന്നെ കേശേ, നിനക്കേ ആൺകുട്ടി എന്നുള്ള പ്രിവിലേജ് കൊണ്ടാണ് നീ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ മുമ്പിൽ എത്തുന്നേ. അത് ഈ സൊസൈറ്റിയുടെ രീതി അങ്ങനെ പോയി. സൊസൈറ്റിയുടെ രീതി. എന്നാലും ആന്റി ഒരു കഷ്ണം മീൻ വറുത്തെങ്കിലും വെക്കാൻ. അറ്റ്ലീസ്റ്റ് ആ മീൻ വറുത്ത എണ്ണയെങ്കിലും എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ. അതൊക്കെ ചോറിലൊഴിച്ച് കുഴച്ചടിച്ചില്ലേ ചേച്ചി?
ഈ മീൻ വറുത്തത് എല്ലാ കാലത്തും ഒരു പ്രശ്നം തന്നെ അല്ലേ കനകാന്റി? അതെ പ്രശ്നമാണ്. டேய் எதுக்குடா எரித்தியில எண்ணெய் ஊத்துற? பாவம்டா ரொம்ப ஃபீலா இருக்கு. ഞാൻ പാവമൊന്നുമല്ല, എനിക്കൊരു ഫീലും ഇല്ല. എന്നെ ആരും ശ്രദ്ധിക്കുകയും വേണ്ട, എനിക്ക് ആരുടെ ശ്രദ്ധയും വേണ്ട. കനകാന്റി, 4 മോശമായിപ്പോയിട്ട പാവന്റെ ചേച്ചിക്ക് കൊടുക്കാൻ ഞാൻ ലഡും കട്ടൻ ചായയും. டேய் நான் கொல்லுவேன் இப்போ. ஷோ பாவம்டா. പാവം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു, ഞാനാണോ ഒപ്പ് കൊണ്ടുവരുന്നത്? ഞാൻ ഇല്ലടൂ ഇന്നോട്ടെ. അയ്യോ ഇല്ല, അത് ലച്ചു ചേച്ചിക്കുള്ളതാ. ചേച്ചിക്ക് കനാൻറ്റി കൊണ്ട് കൊടുത്തല്ലോ. കൊടുത്തായിരുന്നോ? ആ എന്നാ പിന്നെ മക്കള് കഴിച്ചു. എന്റെ ലഡുവും ചായ അവിടെ. ലഡു തീർന്നു പോയി. തീർന്നു പോയിന്നോ? അപ്പൊ കനകാന്റി പറഞ്ഞ എന്റെ ലഡുവും ചായ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്നു. അല്ല കനകാന്റി നിനക്ക് കൊണ്ടു തന്നില്ലേ ചായ ലഡു? എനിക്കാരും ചായ ലഡു ഒന്നും കൊണ്ടു തന്നില്ല. ആന്റി കൊണ്ടുവന്നായിരുന്നു, പക്ഷെ അത് കേശുവിനാ കൊടുത്തത്. ഞാൻ വിചാരിച്ചു കനകം നിനക്ക് കൊണ്ടു തന്നു കാണുമായിരിക്കുമെന്ന്. അപ്പൊ പറഞ്ഞു വന്നത് നമുക്ക് ഇവിടെ കട്ടൻ ചായയും ഇല്ല ലഡുവും ഇല്ല അല്ലേ? കൊള്ളാം, എല്ലാത്തിനും മനസ്സിലിരിപ്പ് മനസ്സിലാവുന്നുണ്ട്. മക്കളെ ലഡു തീർന്നു പോയി, ദേ കട്ടൻ ചായ കുടിക്ക. കട്ടൻ ചായ അമ്മൂമ്മനം കുടിച്ചാ മതി. ലഡു തീർന്നു പോയാ? அம்மா என்னாச்சு? എന്റെ കനകം ഒരു ലഡു ഇവിടെ ഇരുന്നു, അത് ഞാൻ അങ്ങ് കഴിച്ചു. ഞാൻ വിചാരിച്ചു കനകം കൊണ്ടൊന്ന് കൊടുത്തു കാണുമായിരിക്കുമെന്ന്. ஐயோ நீங்க சாப்பிட்டீங்களா? അതേന്നേ. ஐயோ என்னம்மா இது? நான் நினைச்சேன் லெச்சு தூங்கிட்டு இருக்குன்னு, அதனால நான் எடுத்துட்டு போலம்மா. കൊള്ളാം, എല്ലാവർക്കും അവനവന്റെ കാര്യം. ഇവിടെ എന്റെ കാര്യം നോക്കാനും ശ്രദ്ധിക്കാനും ആർക്കും നേരമില്ല. പിന്നെ കാര്യം നോക്കാൻ വേണ്ടി ഉള്ള പിള്ളല്ലേ എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സില് അല്ലേ? കൊള്ളാം. മോനെ കേശു, നിനക്കേ ചേച്ചിയുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ നീ ചോദിക്കുമ്പോ മുമ്പിൽ വെള്ളം എത്തും, ഭക്ഷണം എത്തും, ബിരിയാണി എത്തും, പപ്പടം ചോദിക്കുമ്പോ പപ്പടം എത്തും, എല്ലാം മുമ്പിൽ വന്നില്ലേ? പ്രിവിലേജ്ഡ് കാറ്റഗറി വരും, പറഞ്ഞിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കൈ മടക്കാൻ തന്നാണ്ടല്ലോ. ലച്ചുമോളെ ഒരബദ്ധം പറ്റിപ്പോയതാ. അതെ, ലച്ചുമോളുടെ കാര്യം വരുമ്പോ അബദ്ധം, അതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ അല്ലേ? അതെ, എന്താ അങ്ങനെ? അമ്മൂമ്മ ഭയങ്കര മോശം കേട്ടോ ഈ പരിപാടി. ഒന്നും അല്ലെങ്കിൽ ആ പാവം പിടിച്ച ചേച്ചി അവിടെ നിന്ന് ഇവിടെ വരെ എന്തിനു വണ്ടി വിളിച്ച് വന്നേന്നാ? ലഡു കഴിക്കാൻ, ലഡുവും കട്ടൻ ചായ കഴിക്കാൻ, എന്നിട്ട് അതില്ലെന്ന് പറഞ്ഞു കളഞ്ഞല്ല എന്റെ പൊന്ന അമ്മൂമ്മ. പാവം. പിന്നെ പാപം. ഇവിടെ കെട്ടിയോന് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, കുടുംബക്കാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ഒരു കൊച്ചുണ്ട്. ഇപ്പൊ വരാ അതിന് പോലെ എന്നെ കണ്ടെടുത്താ കണ്ടുകൂടാ. സത്യം പറഞ്ഞ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണെങ്കിലോ ആ നാട്ടുകാർക്കും കുറച്ച് കഴിയുമ്പോ വേണ്ടത്. ആർക്കും വേണ്ടതായ ചേച്ചി എങ്ങോട്ട് പോവും? പാതാളത്തിലോട്ട് പോകും. അവിടെ ആരുണ്ട്? അവിടെ ഈ ഓണത്തിന് മാത്രം വരുന്നൊരു പുള്ളി ഇരിപ്പുണ്ടല്ലോ, സിദ്ധോളിയനാ. മാവേലി. നീ ചുമ്മാ അങ്ങനെ ഒന്നും പറഞ്ഞില്ലേട്ടാ. മാവേലി ഓണത്തിനെങ്കിലും വരും, ഇതുപോലെ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവമേ, വെക്കടാ വെക്ക്, ചേച്ചിയുടെ നെഞ്ചിൽ തന്നെ റീത്ത് നോക്ക്. லெச்சு நான் சொல்றது கொஞ்சம் கேளு. ഒന്നും പറയണ്ട, എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ മനസ്സിലിപ്പോ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കൊന്നും എന്റെ ഇപ്പൊ വേണ്ട, അത് പറയാതെ പറയുവാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ലച്ചു എന്താ? നീ പോയി ഒരു 1.5 കിലോ ലഡു മേടിച്ചോണ്ട് വാ, എന്നിട്ട് ഇരുന്ന് കഴിക്ക്. അത് ശരി, അപ്പൊ എനിക്ക് നിന്നുള്ള ലഡു ഞാൻ തന്നെ മേടിച്ചോണ്ട് വന്നോ? ആ കേശു നീ പോയി മേടിച്ചോണ്ട് വന്നാ മതി കേട്ടോ. ആ ചുമന്നുള്ള ലഡു വാങ്ങിക്കണേ. മുന്തിരിങ്ങ ഉള്ളത് വേണം, ഇല്ലാത്ത വേണോടാ? മുന്തിരിങ്ങയും വേണം, കശുവണ്ടിയും വേണം, ബദാം കിട്ടുവാണെങ്കിൽ ബദാമും വേണം. മേടിച്ച് കൊടുക്കണ ലഡു ഇരുന്ന് തിന്നട്ടെ. വല്ല ആപ്പിളും മുന്തിരി കിട്ടുണ്ടെങ്കിൽ അതും മേടിച്ചു കൊടുക്കും. ஐயோ பாவம் லெச்சு. ചേട്ടാ, ചേച്ചിക്ക് വെച്ച ലഡുവേ ഞാനാ തിന്നെ. എനിക്ക് വയറിളക്കം പിടിക്കുവോ? ആ ലഡു നീയാണ് തിന്നതെന്നൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ് കേട്ടാ. பாவம் லெச்சு.
ലച്ചേച്ചി ഇവിടെ ഇരിക്കണ ചേച്ചി. എന്ത് ഇവിടെ ഇരുന്നൂടെ? അയ്യോ അതിനിപ്പോ എന്താ ഇരിക്കാലോ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. സമയായല്ല. എന്തിനു സമയമായല്ലോ? ഇല്ല, സാധാരണ ഇങ്ങനെ അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര നേരം കഴിയുമ്പോഴാണല്ലോ ചേച്ചി ടക്കനെ ചാടി എണീച്ച് ഞാൻ കുഴപ്പമില്ലാത്ത പോവാ എന്നിട്ട് ഇറങ്ങണത്. ഒരു കരച്ചില്, ഒരു വിളി, അതൊക്കെ സംഭവിക്കണത്. സമയമായിട്ടില്ല, കുറച്ചും കൂടെ സമയമുണ്ട്. ഇറങ്ങാറാവുമ്പോ ചേട്ടൻ്റെ അടുത്ത് പറയാം. ഓ ആ എന്നാ പിന്നെ പറഞ്ഞാ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ കുറച്ച് സൗകര്യമായിരിക്കും. ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പൊ ഇതിവിടെ കണ്ടിട്ട് അങ്ങ് പോവാല്ലോ. ഒരു ലഡുവും കട്ടൻ ചായ കിട്ടാത്തന്നെ കൊല്ലുന്നേ. അയ്യോ എന്താ ലഡുവും കട്ടൻ ചായയും കൊടുക്കാത്തന്റെ പ്രശ്നമാണമ്മ നിങ്ങളെ കാണുന്നത് കണ്ട. എന്റെ മുന്നോ എന്റെ തല. അയ്യോ എന്റെ ലച്ചു, നിന്നോട് ഞാൻ പറഞ്ഞാന്നോ നിനക്ക് എത്ര ലഡു വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. லெச்சு உனக்கு வேணா என் கையாலே நான் சமைச்சு கொடுப்பேனே, பின்ன என்ன? സോറി ചേച്ചി, ആരോടും ഞാനാ ഇന്ന്. അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കരുത്. അതിന് ലഡു ഒക്കെ ആർക്ക് വേണം? അതൊന്നും അല്ല എന്റെ പ്രശ്നം. பின்ன என்ன உன்னோட பிரச்சனை? അത് എന്നെ ഇവിടെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ. അതാണ് എന്റെ പ്രശ്നം. അത് ചേച്ചിക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? അല്ല, എനിക്ക് കുറെ മുന്നേ അത് മനസ്സിലായതാ. ഓ അപ്പോ ഈ ലഡു വേണ്ട വന്നു അല്ലേ ചേച്ചിയുടെ വിഷമങ്ങളെല്ലാം പുറത്തു വരാനായിട്ട്. ലഡുവിന്റെ ഒക്കെ ഒരു കാര്യം. ലഡു ഭയങ്കര സംഭവമാണല്ലോ ഏട്ടാ. പിന്നെ സംഭവമാണോന്നോ മക്കളെ? അതുകൊണ്ടല്ലേ ചില ആൾക്കാരൊക്കെ ഇലക്ഷൻ ജയിക്കുമ്പോഴും പിന്നെ എക്സാം ജയിക്കുമ്പോഴൊക്കെ ലഡു കൊടുക്കണത്. പാർട്ടിക്കാർക്ക് അവരവരുടെ കളറുള്ള ലഡു അടിക്കില്ലേ? ഓ അതുകൊണ്ടാണല്ലേ? എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ലടാ. டேய் எனக்கும் இப்பதான்டா அது புரியுது. കഴിഞ്ഞോ? എന്താ ലഡു കഴിഞ്ഞു? അല്ല, എല്ലാരും കൂടെ എനിക്കിട്ട് വെച്ച് കഴിഞ്ഞോന്ന്. അടുത്ത ഡയലോഗ് ഞാൻ പറയാം. അമ്മൂമ്മ ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന് വല്ലതും പറയും. ഞാൻ പോവാ, ഞാൻ കുഴിപ്പുളത്തോട്ട് പോവാ അല്ലേ? നല്ല പറയാൻ പറഞ്ഞേ. എവിടെ എന്റെ കറുത്ത ബാഗോടെ അമ്മൂമ്മ? എന്റെ കറുത്ത ബാഗോടെ എട്. കറക്റ്റ് കൊടുകൈ. ഇതാണല്ലോ ഇവിടുത്തെ എല്ലാവരുടെ ശീലം. ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഇറങ്ങി. അതെ, ഞാൻ ഇറങ്ങി തന്നെ പോവാ. എവിടെ എന്റെ കറുത്ത ബാഗ്? ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കണ്ട 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 ഞാൻ പ്രയോഗിച്ചാലും നടക്കണണ്ട. കണ്ട കണ്ടാ ഓ ഓ എന്റെ കറുത്ത ബാഗ്? ഓ നീ പറഞ്ഞ പോലെ ഞാൻ കുഴിപ്പുറത്തേക്ക് തന്നെ പോവാ. ഞാനൊരു പ്രവാചകൻ തന്നെ. டேய் லெச்சு എന്താ ലച്ചുന്? എന്റെ ആഗ്രഹം അതല്ലേ എന്തിനാ അവിടുന്ന് കുഴിപ്പുറത്തേക്ക് പോണെന്ന്. പോവാം. ஷூல லெச்சு எப்படியோ வாயே. ചേച്ചേ ചേച്ചേ എന്താ ചേച്ചിക്ക്? വേഗം അങ്ങ് ഇറങ്ങ. ഇരുട്ടുന്നതിന് മുമ്പ് കുഴപ്പമുള്ള എല്ലാം പിടിച്ചാ അത് നല്ലത്. ഓ അടിയൻ. ഓ എന്താ ചേച്ചി കുഴപ്പമുള്ളത് പോണില്ലേ? ഇരുട്ടുന്നതിന് മുമ്പ് കുഴപ്പമുള്ളതെത്തിയാ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് പോണെന്ന് വിചാരിച്ച നടക്കൂലേ? டேய் கேசு கொஞ்சம் பேசாம இருப்பியா? ലക്ഷ്മിയുടെ വീടല്ലേ? ഓ അതെ. ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. OTP വല്ല ആവശ്യം? ഇല്ലല്ല, ആവശ്യമില്ല. വേണ്ട വേണ്ട. താങ്ക്സ് ഏട്ടാ.
ചേച്ചി എവിടെ നിന്ന് ഞാൻ അവിടുന്ന്. ആ നിനക്കേ സ്വീറ്റ്സ് വേണോ? എന്ത് സ്വീറ്റ്സ്? ആ ഇത്രയും സ്വീറ്റ്സ് ഉണ്ട്, വേണോ? അതെന്തൊരു ചോദ്യം ചേച്ചി, വേണോന്ന്? ആ എന്നാ അടുക്കളയിൽ പോയി അമ്മൂമ്മേനെയും ആന്റിനെയും വിളിച്ചോണ്ട് പോവാ. ഓടിച്ചില്ലേ? വേഗം. ആഹാ നല്ല മഞ്ഞ മുന്തിരിയുള്ള ലഡ്ഡു. ചേച്ചി ആ എന്തോന്ന് അമ്മൂമ്മേ, ഈ ലഡ്ഡു ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും കുറച്ച് അധികം ലഡ്ഡു ഒക്കെ മേടിച്ചോണ്ട് വരണ്ടേ? എന്തോന്ന് ആന്റിയെങ്കിലും ശ്രദ്ധിക്കണ്ടേ? തലേണ്ണം വെച്ചിട്ടാണ് ഓരോ ലഡ്ഡു ഒക്കെ മേടിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു ലഡ്ഡു താഴെ വീണ് പൊട്ടിന്ന് വെച്ചോ, അത് പോയില്ലേ? ഇനി മേടിക്കുമ്പോ 5-6 ലഡ്ഡു കൂടുതൽ മേടിക്ക. അത് തന്നെ ഞാൻ എപ്പോഴും കനകത്തിനോട് പറയും കുറച്ച് കൂടുതൽ മേടിക്കണേന്ന്. அம்மா லெச்சு நீ தானே எப்பவும் சொல்லுவ நிறைய ஸ்வீட்ஸ் எல்லாம் சாப்பிடக்கூடாதுன்னு. അതിപ്പോ ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചിരിക്കില്ലേ ആന്റി? എന്നാ കഴിക്ക്. ഇത് നീ വാങ്ങിച്ചോന്നോ? ആ കഴിക്ക്, പാറെടുക്ക്. കഴിക്കട്ടെ? ഓ കഴിച്ചോ, കഴിക്കാല്ലേ മേടിച്ചോണ്ട് വന്നേ. കൊള്ളാല്ലേ? நல்லா இருக்கு. ലച്ചു നീ കഴിക്കുന്നില്ലേ? പിന്നെ ഞാൻ കഴിക്കാതിരിക്കോ? ഞാൻ മേടിച്ചതല്ലേ. ലച്ചു മോനെ നീ കഴിക്കുന്നില്ലയോ? லெச்சு நீ அவனை கூப்பிடு, அப்பதான் சாப்பிடுவான். நல்லா இருக்குடா. ഞാൻ എന്തൊരു കൂപ്പിടണം? എന്നെ ആരെങ്കിലും കൂപ്പിട്ടിട്ടാണോ ഞാൻ നേരത്തെ അടുക്കളയിൽ വന്ന് ചോദിച്ചത്? അല്ലല്ലോ. ആവശ്യമുള്ളവര് നാണം കെട്ട് വലിഞ്ഞു കയറി വേണമെങ്കിൽ വന്ന് കഴിക്കണം. നടാ കഴിക്കുമോനെ. കഴിക്കനിയ തായി പകപോക്കാണല്ലേടോ. അശ്ശോ, ഞാൻ എന്തിനു പക വെക്കണം? നീ എന്നെ അനിയനല്ലേടാ, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. കഴിക്കേ. പക്ഷെ കേട്ടിട്ട് എനിക്ക് സ്നേഹം കൊണ്ട് പറയണമെന്ന് തോന്നണില്ലല്ലോ. അയ്യോ, നിനക്കങ്ങനെ തോന്നണില്ല? എടാ എടാ ജാട കാണിക്കാതെ എടുത്ത് കഴിക്കുന്നീ. എനിക്കൊന്നും വേണ്ട. എടാ നീ പറഞ്ഞ നേരത്തെ ഓറഞ്ച് ലഡ്ഡു വേണമെങ്കിൽ തുറന്ന് നോക്ക്, അതിന്റെ അകത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. എന്നാ കഴി. കൊണ്ടു പോടോ പക പോക്കാതെ എന്റെ ഫ്രണ്ടിന്ന്. ഞാൻ പറഞ്ഞില്ല നീ ഇത് പകപൊക്കലൊന്നും അല്ല, വേണമെങ്കിൽ കഴി. വേണ്ട. ഓക്കേ. ആ മുഖം കണ്ടറിയാൻ നല്ല കൊതിയുണ്ടെന്ന്. പിന്നെ കേശു ഇതുകൊണ്ടൊന്നും അങ്ങനെ വീഴില്ല കേട്ടോ. മക്കളെ പാറുവേ, ഈ മൈസൂർ പാക്കും കൂടെ അങ്ങ് കഴിക്ക്. നീ എന്താ അവനെ വിളിക്കാൻ? ഞാൻ വിളിച്ചല്ലോ, അവന് വേണ്ടെന്ന് പറഞ്ഞ എന്റെ ഉഴപ്പാണോ? പിന്നെ വേണ്ടാത്ത ഒരാളെ എങ്ങനെയാണ് നിർബന്ധിച്ച് തീറ്റിപ്പിക്കണേ? നിർബന്ധിച്ച് തീറ്റിക്കാൻ പാടില്ല. ആ പാടില്ല. ആ ஷோ பாவம் கேசு. ആന്റി, കേശു മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും പാവങ്ങളാണ്. പിന്നെ സാഹചര്യമാണ് ഓരോരുത്തരെ കെട്ട സ്വഭാവത്തിലോട്ട് കൊണ്ടുവരുന്നത്, അത്രേ ഉള്ളൂ. ആന്റിക്ക് വേണമെങ്കിൽ ആന്റി എടുത്ത് കഴിക്കും. എന്താണ് അനിയ ഇവിടെ വന്നിരിക്കുന്നേ? എന്ത് എനിക്കിവിടെ വന്നിരുന്നൂടി? ആ ഇരിക്ക. മുടയാണ്. എന്ത് എനിക്ക് മുട കാണിച്ചു? പിന്നെ അനിയൻ മുട കാണിച്ചില്ലെങ്കിൽ വേറെ ആരും മുട കാണിക്കാന്? ഓ ഓ പിണക്കവാ? ഞാൻ എന്തിനാ ഉണങ്ങണം? ആ ശരിയാ, അനിയൻ എന്തിനാ പിണങ്ങണം? കറക്റ്റ്. സ്വീറ്റ്സ് വേണം? വേണ്ട. വേണ്ട വേണ്ട. ശരിക്കും വേണ്ട? വേണ്ടെന്ന് പറഞ്ഞ വേണ്ടെന്ന്. നല്ല സ്വീറ്റ്സ് ആണ്. അയിനി മഞ്ഞ ലഡു, ഓറഞ്ച് ലഡു, മൈസൂർ പാക്ക് എല്ലാം ഉണ്ട്. ചേച്ചി എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ അവിടെ മുറിയിലിരുന്നപ്പോ നീ എന്തിനാ കയറി വന്നേ? മറ്റേ ഈ ചൊറിയാൻ അല്ലേ? അപ്പൊ ഞാൻ മാന്താൻ വന്നതാ. ഞാൻ മാന്തിയിട്ട് പോ. ഞാൻ മാന്തും, കേറിരുന്ന് മാന്തും. നീ എന്ത് ചെയ്യൂടാ? ഓ അതാണല്ലോ സ്വഭാവം. നിന്റെ അല്ലേ ചേച്ചി? നാക്കിന്റെ ഒരു കുറവില്ല. ഞാൻ എന്തിനു കുറയ്ക്കണം? കുറയ്ക്കണ്ട. വേണോ? വേണ്ട. 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 ഇങ്ങോട്ട് നോക്കിയിട്ട് വേണ്ടെന്ന് പറ. വേണ്ട. വേണ്ട. ഒട്ടും വേണ്ട.
നല്ല നെയ്യൊക്കെ ഒഴിച്ച് സൂപ്പർ ഇടണോ, പഞ്ഞി പോലെ ഇരിക്കണം. ഓക്കെ, എനിക്ക് വേണ്ട. അത് ഞാൻ ചോദിച്ചിട്ടല്ലോ ഇപ്പൊ. ഏ? കൊതിയിട്ട് മഞ്ഞ വയറപ്പിക്കോ നീ. മോനെ നീയാ ഇറക്കം. ഇതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു വിട്ടു എന്ന് വിചാരിക്കണ്ട. ഇത് പ്രശ്നമാവും. എന്ത് പ്രശ്നമാവാൻ? ജിലേബി എവിടെ? മറ്റേ വലിയ പെട്ടിക്കകത്ത് ഞാൻ 2-3 ജിലേബി കണ്ടതാണ്. ഇതിനകത്തുള്ള ജിലേബി എവിടെ? നിന്റെ കൺമുമ്പിലാണ് ഞാൻ വലിയ പെട്ടിക്കകത്ത് കൊണ്ടേ വെച്ചത്. അന്നേരം വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ? എന്നിട്ട് എനിക്ക് വൃത്തിയിൽ തരാന്ന് പറഞ്ഞില്ലല്ലോ. വേണ്ടേ? അയ്യോ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. നീ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു തരാൻ വന്നതാ. ചേർന്നിരിയടാ നീ. അനിയ, നിനക്കും നിന്നെപ്പോലത്തെ കുറെ എണ്ണങ്ങൾക്കും ഈ പ്രിവിലേജ് എന്ന് പറയുന്ന സാധനം വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഉണ്ട്. അതിപ്പം ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മൾ ചോദിക്കണല്ലോ ചേച്ചി. വീട്ടുകാരായിട്ട് ശീലിപ്പിക്കണല്ലേ. ആ ശീലം നല്ലതല്ല എന്ന് മനസ്സിലാക്കി മാറേണ്ടത് ആരാ? മാറേണ്ടത് ഞാനാ. പക്ഷേ ഇതേപോലെ എവിടെങ്കിലും ചൊറിയും കുത്തി ഇരിക്കുമ്പോ ഇതേപോലെ നല്ല നല്ല സാധനങ്ങൾ കൈ കൊണ്ടുവന്ന് തന്നാ എങ്ങനെ മാറും ചേച്ചി? മാറാൻ പറ്റുമായിരിക്കും.